ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ യുദ്ധവിമാനങ്ങളുടെ പറക്കൽ സൗണ്ട് കേട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെയുള്ള ബങ്കറുകളിൽ ഓടി ഒളിക്കുകയും ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അവസാനം ഇസ്രായേൽ തന്നെ വ്യക്തമാക്കി അത് നമ്മൾ തന്നെ പറത്തിയിട്ടുള്ള ഒരു യുദ്ധവിമാനമായിരുന്നു എന്നുള്ള വാർത്തയും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി വരുന്നത് 2026 ജനുവരി 20 അഥവാ ഇന്നലെ ഏതാനും മണിക്കൂറുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി യുദ്ധ പരിഭ്രാന്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശബ്ദം അല്ലെങ്കിൽ വിമാന പറക്കലുകൾ തീർത്തും അസ്ഥാനത്താണെന്നും അത് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ വ്യോമസേന പരിശീലനത്തിൻ്റെ ഭാഗമായി IAF നടത്തിയ പതിവ് പരിശീലന ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നും ഇസ്രായേലിൻ്റെ ഉന്നതാധികാര സമിതികളുടെ ഭാഗമായിട്ടുള്ള ആൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഇറാൻ്റെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു അടി ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയാത്ത രൂപത്തിലാണ് ഓരോ വാർത്തയും വരുന്നത്. പക്ഷേ ഇറാൻ പറയുന്നു, ഞങ്ങൾ ആദ്യം അടിക്കാതെ ഞങ്ങൾ ഒരു കണക്കിന് നമ്മൾ അങ്ങോട്ട് വന്നടിക്കില്ല, അത് നമ്മുടെ നയമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ആ ലെവലിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ആ ഒരു പ്രൊപ്പഗണ്ടയാണ് വർക്കൗട്ട് ആക്കുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ അമേരിക്ക പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഏതാനും നിമിഷങ്ങൾക്കകം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും മണിക്കൂറുകൾക്കകം, അഥവാ 48 മണിക്കൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 48 മണിക്കൂർ എന്നുള്ള ട്രംപിൻ്റെ വായെന്ന് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിട്ട് IDF-ൻ്റെ ഭാഗത്തുനിന്ന് വന്ന റിപ്പോർട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഈ ട്രംപ് പറയുന്നതാകട്ടെ ഏതാനും മണിക്കൂറുകൾക്കകം ഇറാനുമായിട്ടുള്ള ഒരു ഘോരമായിട്ടുള്ള യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെടുകയും ആയത്തുള്ള ഖാംനയി അങ്ങേയറ്റം സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത്ര കണ്ടിട്ട് ലോകം അതിനെ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് വസ്തുത. എന്തുകൊണ്ടത് ഏറ്റെടുത്തില്ല എന്ന് പറയുന്നത്, ഈ അമേരിക്കയും ഇസ്രായേലും നടത്തിയ 2025 യുദ്ധം അമ്പെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ളത് ലോകം കണ്ടതാണ്, അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ വാക്ക് വർത്തമാനങ്ങളല്ലാതെ ഒന്നും അതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കുന്നില്ല എന്ന രൂപത്തിലാണ് ഈ വലിയ ഒരു മൈലേജ് ഇതിന് കിട്ടിയിട്ടില്ല. അഥവാ ഇവർ പറയുന്നത് സോണിക് ബൂം സൗണ്ടുകൾ ഒരു പക്ഷേ ഇനിയും ദിവസങ്ങളിൽ പല മണിക്കൂറുകളിലായിട്ടുണ്ടാകും. അത് കേട്ട് രാജ്യത്തെ പൗരന്മാർ വെപ്രാളപ്പെടേണ്ടതില്ല, ജനങ്ങളൊക്കെ ശാന്തരായിരിക്കണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുന്നുണ്ട്. മൊത്തത്തിൽ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ രാജ്യമാണ്. അതിനെ എങ്ങനെയാണ് ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ആലോചനകളാണ് ഇപ്പം അവിടുത്തെ ഭരണകൂടവും നേതൃത്വവും ഉള്ളത്. അല്ല എങ്കിൽ നേരത്തെ തന്നെ ഏതറ്റം വരെ പോകാൻ പാകത്തിലായിരുന്നു ഇസ്രായേൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു എടുത്തുചാട്ടം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളത് ഇത്രക്കാലം, അഥവാ 2 കൊല്ലത്തോളം ഇവരുമായി വാർത്തയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അങ്ങനെ ഒരു എടുത്തുചാട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഒളിയാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ കഴിയാതെ പോയാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ പഠിച്ച പാഠത്തിൽ നിന്ന് കൃത്യമായി ഇവർക്ക് ഉൾക്കൊണ്ട വിഷയം കൂടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ആകമാനം ആകാശത്തിലൂടെ പാറിപ്പറന്നു പോകുന്നത് സൂപ്പർസോണിക് സൗണ്ടോടുകൂടിയുള്ള യുദ്ധവിമാനങ്ങളുടെ പ്രാക്ടീസാണ്. എന്തിന് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. ഇവർ പറയുന്ന IAF-ൻ്റെ പതിവ് രീതിയിലുള്ള പരിശീലന പറക്കലാണ്. അതിൻ്റെ ഭാഗമായി നിങ്ങളാരും ബേജാറാകേണ്ടതില്ല. ഇത് കേൾക്കുമ്പം അങ്ങനെ പറക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ നാട്ടുകാർ ആദ്യമായിട്ടല്ലല്ലോ ഇത് കേൾക്കുക. എന്നിട്ട് ഇതെന്താ ഇങ്ങനെ പരിഭ്രാന്തരായി എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്? അതിൽ നിന്ന് മനസ്സിലാക്കാം, ഇറാൻ്റെ അവസാന നിമിഷത്തെ ഒരു അറ്റാക്കിന് വേണ്ടി ഇസ്രായേൽ വലിയ രൂപത്തിൽ കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ പറയുന്നത് മറ്റൊരു വാർത്തയായിരിക്കാം. ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലേക്ക് അമേരിക്കയുടെ F-35 F-16 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ആണവായുധങ്ങൾ വരെ അവർ വർക്കൗട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പലരും എഴുതി പിടിപ്പിക്കുന്നുണ്ട്. എന്താണോ അതിൻ്റെയൊക്കെ അർത്ഥം എന്നുള്ളത് നമുക്കറിയില്ല. ആണവായുധം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതൊക്കെ വന്നോക്കിയാൽ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, എല്ലാം തകിടം മറിയും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അവിടെ യുദ്ധം എന്നുള്ളത് വാർത്തയിലൂടെ റീച്ച് കിട്ടാനല്ല, യുദ്ധം അപകടമാണെന്നുള്ളത് 110% നമുക്കൊക്കെ അറിയുന്നത്. പിന്നെ എന്തിനിത് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം
നമുക്കേറെ പ്രതീക്ഷയുള്ള ഒന്നുണ്ട്, ഇറാനെ തകർക്കുക എന്നതല്ല, ഇസ്രായേലിനെ തകർക്കുക, അവിടെ ഒരു നല്ല രാജ്യം വരിക എന്നുള്ളത്. കാരണം അവിടുത്തെ ഗസയിലുള്ള ആളുകളെ കൊന്നൊടുക്കി എല്ലാ അർത്ഥത്തിലും അവിടെ ഒലിവ് മരങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്ത് അവിടെ ഡ്രില്ലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ സൗധങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ കാണുമ്പം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ വല്ലാത്തൊരു ആശങ്കയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവരുടെ രാജ്യം പാകപ്പെട്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും കയറി അടിച്ചാൽ മാത്രമേ അവരങ്ങോട്ട് തിരിച്ചടിക്കുള്ളൂ എന്ന് പലകുറി അവർ ആവർത്തിച്ചതായതുകൊണ്ട് തന്നെ ഇറാൻ ആത്മസംയമനം പാലിക്കുകയാണ്. പക്ഷേ ഇറാൻ അത് അപകടം വരുത്തുമോ എന്ന വാർത്തയും കൂടി വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള ഖാംനെ എന്ന് പറയുന്ന പരമോന്നത അധികാരിയുടെ കാൽക്കീഴിലാണ് അവിടുത്തെ ഭരണവും സംവിധാനങ്ങളും സൈന്യവും ഒക്കെ ആണെങ്കിൽ പോലും ആ രീതിക്കുള്ള ഒരു ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ശത്രുക്കൾ അത് ഉപയോഗപ്പെടുത്തുകയും ആ രീതിക്ക് ഇന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സെറ്റപ്പും ഇറാന് നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ ക്രിസ്തീയ അഥവാ ഏറ്റവും തീവ്രവാദത്തിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള ട്രംപ് കൃത്യമായി അതൊക്കെ അണിയറ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇനി എന്ത് ചെയ്യും, എവിടത്തേക്കാണ് ഈ രാജ്യം പോകുന്നത് എന്ന് ചോദിക്കുമ്പം ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും നമ്മളാരും യുദ്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അവിടെ സംഭവിക്കും. അത് പ്രമാണങ്ങളിലൂടെ സത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമാണ്. ഇറാൻ അത് ആ ലെവലിൽ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്യും. ആ തിരിച്ചടിയിൽ ഇസ്രായേൽ തകരുമോ ഇല്ലയോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. എന്താണെങ്കിലും ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാകത്തിലാണ്. അവിടത്തെയുള്ള ആകാശത്ത് തന്നെ യുദ്ധവിമാനങ്ങളുടെ പാറിപ്പറക്കലുകൾ, അവരുടെ പ്രാക്ടീസ് ചെയ്യൽ, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും സൂപ്പർസോണിക് ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പം അഥവാ സോണിക് ബൂം ആയിട്ട് വരുന്ന വലിയ വലിയ യുദ്ധവിമാനങ്ങളൊക്കെ പറന്നു പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇസ്രായേലിയരായിട്ടുള്ള ആളുകൾ ആരും ഭയപ്പെടേണ്ടതില്ല, അതൊക്കെ നമ്മുടെ വിമാനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടക്കി നിർത്തിയിരിക്കുകയാണ്. എത്രത്തോളം ഇത് എവിടം വരെ കൊണ്ടുപോകും എന്നുള്ളതാണ് കാണേണ്ടത്. എന്താണെങ്കിലും ലോകം അരക്ഷിതാവസ്ഥയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, ഒരുപാട് ചാനലുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും, അവിടെയൊക്കെ വലിയ രൂപത്തിൽ പൊട്ടും എന്നുള്ള രീതിക്കൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ സമീപത്ത് ഇസ്രായേലിൻ്റെ ആ സൈറ്റിൽ പോയി നോക്കിയാൽ അങ്ങനെയുള്ള സംഭവമൊന്നും കാണുന്നുമില്ല. എന്നാലോ മലയാളക്കരയിലുള്ള പല വീഡിയോസുകളും വളരെ വലിയ രൂപത്തിൽ അങ്ങനെയുള്ള തമ്പനയിലൊക്കെ കാണുന്നുണ്ട്. എന്താണെങ്കിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ അവിടെ യുദ്ധവിമാനങ്ങൾ പറന്ന് തുടങ്ങിയെന്നൊക്കെയാണ് മറ്റൊരു സംഭവത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടത്. ഞാനും അത്ഭുതപ്പെട്ടു, ഈ തുടങ്ങിയോ, കാരണം 48 മണിക്കൂർ കണ്ടതാണല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഈ യുദ്ധവിമാനങ്ങൾ പറന്ന് തുടങ്ങിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ ദൈനംദിന പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് പറന്ന് പൊന്തിയതാണ്. സത്യമാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ പറന്നു പൊന്തി എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് തന്നെ ഇറാൻ്റെ അറ്റാക്ക് നടപ്പിലായി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഉള്ളത്. എന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ആ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്രയേ ഉള്ളൂ. ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ തന്നെ ആയിട്ടുള്ള IAF എന്ന് പറയുന്ന ആ ഒരു വ്യോമസേന വിഭാഗം നടത്തി വരുന്ന പതിവ് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധവിമാനങ്ങൾ പറത്തിയത്. അതിലും നിഗൂഢതകളുണ്ട്. പരിശീലനം എപ്പോഴും നടക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് അതൊരു വലിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ഇതും എന്തൊക്കെയോ ആശങ്കകൾ ഒഴിയാതെ നിൽക്കുന്നുണ്ട്, നിഗൂഢതകളുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരും. നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരും സപ്പോർട്ട് ചെയ്യുക. ഇത്തരം വാർത്തകൾ ചിലർക്കൊന്നും പിടിക്കുന്നില്ല, അവരെ ഒന്ന് ഹൈജാക്ക് ചെയ്യാൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.